കോഴിക്കോട് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസ് അതിന്റെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കണ്ണൂർ റേഞ്ച് ഡിഐജിയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ 3 ഡിവൈഎസ്പിമാരുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റപ്പെട്ട ഡിവൈഎസ്പിമാരും സംഘത്തിലുണ്ട്. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകാം പ്രതി എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, ഈ വാർത്ത ആദ്യം ബൈജു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു കവർച്ചാശ്രമം എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. പക്ഷെ പിന്നീടാണ് അതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളേണ്ടി വന്നത്. എന്തായി അതിൻ്റെ ഒരു അന്വേഷണം? പോലീസിന്റെ ഒരു ഭാഷ്യം എന്താണ്? തീർച്ചയായും എൽദോ, ഇന്നലെ രാവിലെ നമ്മളാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്തു എന്ന തരത്തിലായിരുന്നു വിവരങ്ങൾ. പക്ഷേ വൈകിട്ടോടുകൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയത്. ഈ പെൺകുട്ടിയെ 10 വയസ്സുകാരി ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. എന്തായാലും പുലർച്ചെ 2:30-ക്കായിരുന്നു ഇത്തരത്തിൽ വീടിനകത്ത് ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് DIGയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 3 ഡിവൈഎസ്പിമാർ, അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ട, അതായത് ജില്ലയിൽ നല്ല പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ തിരിച്ചു വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ആയിരുന്ന ബാലകൃഷ്ണൻ, ഒപ്പം ബേക്കൽ ഡിവൈഎസ്പി ആയിരുന്ന CK സുനിൽകുമാർ, ഒപ്പം ഈ നിലവിലെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി, ഇവർ 3 പേർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സംഘത്തെ, ഇതിൽ 5 CIമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരാണ് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമായി തന്നെയാണ് ഈ കേസ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക, അത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യവും. ഏതായാലും മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട ആളാണ് ഈ സംഭവം അതിക്രമം നടത്തിയ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ വീടിന് പരിസരത്ത് തന്നെ ഉള്ള ആളാകാം ഈ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രതിയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ഈ പ്രദേശത്തൊക്കെ പരിശോധന ഉണ്ടായിരുന്നു. നിരവധി പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ നേരത്തെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും പ്രതിയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത് ഇനി വൈകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലാണ് പോലീസ് ഈ കേസിൽ വളരെ ഗൗരവമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇന്ന് പ്രതിയെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം, പഴുതരത്തിലുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിലുള്ളത്. ഇതിനിടയിൽ തന്നെ ഈ കുട്ടി ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്നാലും ആരോഗ്യ നിലയിൽ തൃപ്തികരമാണ് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കുട്ടി ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. എൽദോ. ഓക്കെ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ബൈജു തുടരണം. മറ്റൊരു വാർത്തയിൽ കൂടി വിവരം തേടേണ്ടതുണ്ട്.